ഇന്ത്യ പോലുള്ള മതേതര രാജ്യത്ത് ഓണാഘോഷമടക്കമുള്ള ഇസ്ലാമേതര മതാഘോഷങ്ങളിൽ മതേതര ആഘോഷമെന്ന നിലക്ക് പങ്കെടുക്കാമെന്നും പണ്ടുമുതലേയുള്ള വഴക്കം അതാണെന്നും ചിലർ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ധാരാളം പണ്ഡിതന്മാർ ഇതിനെ അനുകൂലിക്കുന്നവരാണ്. എന്നാൽ ഇതര മതസ്ഥരുടെ ആഘോഷമെന്ന നിലക്ക് അതിൽ പങ്കെടുത്തുകൂടാ എന്ന് വേറെ ചിലരും പറയുന്നു. പണ്ഡിതന്മാരും ആത്മീയ നേതാക്കളും സാധാരണക്കാരും ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാടെന്തെന്ന് വ്യക്തമാക്കാമോ? അത്തരം ആഘോഷങ്ങളിൽ തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണം കഴിക്കാമോ? നമ്മുടെ ആഘോഷങ്ങളിലേക്ക് ഇതര മതസ്ഥരെ ക്ഷണിക്കാൻ പറ്റുമോ? ഓണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഞാൻ അടുത്ത ഓണത്തേക്ക് ഏതായാലും ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കടന്ന് കളഞ്ഞുകൊണ്ടുണ്ടാകുന്ന മുസീബത്താണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള ചർച്ചകളൊന്നും വല്ലാതെ വരില്ല. ഒരു കാര്യം വസ്തുതാപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ എല്ലാ വിഭാഗം മതക്കാരും വളരെ സൗഹാർദ്ദത്തിലാണ് പണ്ട് മുതലേ കഴിഞ്ഞു വരുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പല വർഗീയ സംഭവങ്ങളും കലാപങ്ങളും ഒക്കെ ഏത് കാലത്ത് നടന്നാലും നമ്മളെ കേരളത്തിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല, വളരെ കുറവാണ്. എന്റെ ജീവിതത്തിനിടയിൽ ആകെ ഒരു തലശ്ശേരി കലാപം എന്ന് പറയുന്നത് അത് മാത്രമേ ഇപ്പോൾ ഇതിന് അപവാദമായിട്ട് പറയാനുള്ള ഒന്നുണ്ടായിട്ടുള്ളൂ. വർഗീയമായിട്ട് പറയാനുള്ള ഒരു തലശ്ശേരി കലാപം ഉണ്ടാവും എന്റെ കുട്ടിക്കാലത്താണ്, ഒരു 10 വയസ്സൊക്കെ ഉള്ള കാലത്ത്. ആ ഒരു കലാപമല്ലാതെ നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒരു കലാപമൊന്നും ഉണ്ടാകാറില്ല. അങ്ങനെ എല്ലാവരും സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു പോരുന്ന നാടാണ്. ഈ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു പോരുന്ന നാടിൽ സൗഹാർദ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും വിഭാഗം അവരുടെ മതകീയമായ ആഘോഷങ്ങളിലോ ആചാരങ്ങളിലോ പങ്കെടുക്കുക, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യോഗം ഉണ്ടാക്കിയിട്ടോ പള്ളിക്കൊക്കെ വിളിച്ചിരുത്തുക, ഈ രീതിയിലുള്ള വേച്ചുകെട്ടലുകളൊന്നുമില്ലാതെയാണ് ഈ സമൂഹം ഈ സൗഹാർദ്ദമെല്ലാം നിർത്തിപ്പോകുന്നത്. ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള ഉലച്ചിലും സംഭവിച്ചിട്ടുള്ള ഒരു കാലത്തും. നമ്മളെ പെരുന്നാളുകളൊക്കെ കഴിക്കും. ആ പെരുന്നാളിൽ നിന്ന് അയൽവാസികളായിട്ടുള്ള മുസ്ലിമുകളൊക്കെ ഉണ്ടെങ്കിൽ ഓൽക്കൊക്കെ ചോറ് കൊടുക്കും, ഓലെ ചോറ് വയ്ക്കും. ഇതൊക്കെ സാധാരണ നടക്കാറുണ്ട്. അത് എപ്പോൾ നമ്മളെ നീർച്ചച്ചോറും കൂടി കൊടുക്കും. നമ്മുടെ റബീഉൽ അവ്വലിന്റെ നീർച്ചച്ചോറൊക്കെ കൊടുക്കും. അതേ സമയത്ത് അഖീഖത്ത് നമ്മൾ കൊടുക്കൂല, അതേ സമയത്ത് ഉളുഹിയത്തും കൊടുക്കൂല. അത് നമ്മൾ പ്രത്യേകം പറയും. ഉളുഹിയത്തും അഖീഖത്തും മതപരമായ ബലിയാണ്. ഈ മതപരമായ ബലി എന്നുള്ളത് ഓലത്തീറ്റി എന്ന് പറയണ്ടല്ലോ. ഇപ്പൊ നമ്മൾ മന്ത്രി ചൂതിയിട്ട് വല്ലതും കൊടുത്താല് തുപ്പിങ്ങാണ്ടാവൂല് ഭക്ഷണം കൊടുക്കാതൊക്കെ കണ്ടല്ലോ ഓരോരുത്തർ പറയുന്നത്. ഈ വല്ലപ്പൊല്ലിയവരിക്കൊന്നും പോണ്ടല്ലോ, അങ്ങനെ തൊന്നു ഇങ്ങനെ തൊന്നു എന്ന് പറയും. നമ്മളെ ബലിയാവുമ്പോ നമ്മളെ ബലിയാ എന്ന നിലയ്ക്ക് നമ്മൾ കൊണ്ടെടുക്കുക. ഓലെ ബലി ഓലും കൊണ്ടെടുക്കുക. മതകീയമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ മതക്കാരും അതനുസരിച്ച് അങ്ങനെ നടത്തി പോകട്ടെ എന്ന നിലയായിരുന്നു നമ്മുടെ കേരളീയ നില. ആ നിലയിലൂടെ പോകുന്ന കാലത്ത് ഒരു സൗഹാർദ്ദത്തിന് ഒലച്ചിലുമില്ല, ഒരു കുഴപ്പമില്ല. അന്നത്തെ പോലെ ഒരു സൗഹാർദ്ദമോ അന്നത്തെ പോലെ ഇണക്കമോ ഇന്നുണ്ടോ? ഇന്നിപ്പോ വാസ്തവത്തിൽ പരവിദ്വേഷവും വെറുപ്പും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയല്ലേ. ഓരോരുത്തന്റെ മനസ്സിലും അവനവന്റെ മതത്തെ സംബന്ധിച്ചും ഇതര മതങ്ങളെ സംബന്ധിച്ചുമുള്ള വെറുപ്പും മതക്കാരെ സംബന്ധിച്ചുള്ള വെറുപ്പും ഒന്നായിട്ട് കുമിഞ്ഞു കൂടുകയാണ്. സത്യത്തെ ഇഷ്ടപ്പെടുകയും അസത്യത്തെ വെറുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ മനസ്സ് ആർക്കും വേണം. ധർമ്മത്തെ ഇഷ്ടപ്പെടുകയും അധർമ്മത്തെ വെറുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ആർക്കും വേണം. ശരികളെ അംഗീകരിക്കുകയും തെറ്റുകളെ നിരാകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആർക്കും വേണം. പക്ഷെ ആളുകളെ വെറുക്കുക, അയൽവാസികളെ വെറുക്കുക, നാട്ടിലുള്ള സഹോദര സമുദായക്കാർ വെറുക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലൊരു പാരമ്പര്യമില്ല. നമ്മുടെ കേരളത്തിൽ ഒട്ടുമില്ല. ഇന്ത്യയിൽ തന്നെ ഉണ്ടെങ്കിൽ അപൂർവമാണ്. അങ്ങനെ പോന്നിരുന്ന ആ കാലത്തെ പോലെയല്ല ഇപ്പോ വാട്സാപ്പുകളും സോഷ്യൽ മീഡിയകളും ഒക്കെ ഓരോരുത്തർക്കും ഓരോന്നാണ്. അവരവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നടത്തിയിട്ട് അവരിലേക്ക് ഒതുങ്ങിയിട്ട് മറ്റേ കൂട്ടരോട് വെറുപ്പുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അങ്ങനെയുള്ള ഒരു നീക്കത്തിന്റെ കാലത്ത് വാസ്തവത്തിൽ ഓരോരുത്തരുടെ ആഘോഷങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുന്നതും കൂടുന്നതും പങ്കെടുക്കുന്നതും ആക്കുന്നതും മതകീയമായ രീതിയെ നാശപ്പെടുത്തുന്നതിലേക്കാ ചിലപ്പോൾ ചെല്ലുക. ഞാനതിന്റെ ഒരു വശം കാണുകയാണ്, അപകടകരമായ വശം കാണുകയാണ്. മതപരമായ നിയമം പറയുന്നതിലുപരി നമ്മൾ ഇതിന്റെ ഒരു നാശകരമായ അവസ്ഥ കാണുകയാണ്. ഒരു കൂട്ടർ ഓരോ മതകീയമായ ഒരു ആഘോഷം നടത്തുമ്പോൾ
ആ ആഘോഷത്തിലേക്ക് നമ്മൾ വലിഞ്ഞു കയറി അതിലങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നാല് അയൽക്കാരൻ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ കുറ്റം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്. ആ വിഗ്രഹം വെച്ചിട്ടോ അല്ലെങ്കിൽ വീടിന്റെ മുമ്പിൽ വെച്ചിട്ടോ ഇപ്പൊ ഈ ഓണം തന്നെ, ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം ഒരാണെന്ന് മനസ്സിലാക്കണ്ട. ഓണം ആഘോഷിക്കുന്നവരുടെ വീട്ടില് ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് വീടിന്റെ മുമ്പിൽ ഉണ്ടാവും. നമ്മുടെ ഇവിടെ നാട്ടിൽ കൂടെ കാണാത്തല്ലോ, നമ്മുടെ ഇവിടെ പൂവ് മാത്രമേ കാണുള്ളൂ. ഈ പൂവല്ല, നായന്മാര് ബ്രാഹ്മണന്മാര് അവരൊക്കെ വീട്ടില്, ഇനി ആദിവാസികളിൽ പോലും ബോധമുള്ളവരുടെ വീട്ടിൽ ചെന്നാല് ഒരു വലിയ സാധനം മണ്ണുകൊണ്ട് ഒരു കുറ്റിയാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് അവരുടെ ഒരു അന്നത്തെ പ്രതിഷ്ഠയാണ്, ദേവനാണ്. ആ ദേവനെ വെച്ചുകൊണ്ടുള്ള വീട്ടിലുള്ള ആ സംഗതികളും കാര്യങ്ങളും ഒക്കെ ആ രീതിയിൽ തന്നെ നടത്തിപ്പോരുന്നതാണ് അവരുടെ ആഘോഷങ്ങൾ. നമ്മളുടെ ആഘോഷം ഉദാഹരണം പറയാം, വലിയൊരുനാട് ചെറിയൊരുനാട്, ഇത് രണ്ടുമാണ് ഇപ്പൊ നമ്മളെ പെരുന്നാൾ. ഈ പെരുന്നാളുകളിൽ നമ്മൾ തെക്കിബീർ ചെല്ലിങ്ങാണ്ട് പള്ളിക്ക് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ മൈതാനിയിൽ പോയി നിക്കരിച്ചുമ്പോഴോ മറ്റു മതക്കാരവിടെ കൂടിയങ്ങാണ്ട് പങ്കെടുത്താൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് നിക്കരിച്ചിനോടത്തേക്ക് വലിയ നിങ്ങൾ പള്ളിയൊക്കെ എന്താ വലിയ നിങ്ങൾ ധരിക്കാൻ നമ്മൾ ചോദിക്കാം. ഇതേ രീതിയിലാണ് മതാചാരപ്രകാരമായി നടത്തുന്ന ആഘോഷങ്ങളെയൊക്കെ നമ്മൾ കാണേണ്ടത്. അതത് മതക്കാർ അവരവരുടെ ആചാരങ്ങൾ നടത്തട്ടെ, അവരവരുടെ ആഘോഷങ്ങൾ നടത്തട്ടെ. സൗഹാർദ്ദപരമായ മാനങ്ങൾ എന്താണോ അവിടെ ഉള്ളതെങ്കിൽ ആ സൗഹാർദ്ദപരമായ മാനങ്ങൾ സ്വീകരിക്കാം. കുഴപ്പമില്ലാത്ത മാനങ്ങൾ, മതപരമായി കുഴപ്പമില്ലാത്ത മാനങ്ങൾ, നാടൻ മട്ടിൽ സാമൂഹികമായി കുഴപ്പം വരാത്ത മാർഗങ്ങൾ, സാമുദായികമായി രണ്ടു കൂട്ടരും സംശയിക്കാത്ത തരത്തിലുള്ള മാർഗങ്ങൾ, ഇങ്ങനെയാണ് പരമാവധി ആ കാര്യങ്ങളുടെ സഹകരണം കൊണ്ടുപോകാവൂ. അല്ലാത്ത രീതിയിൽ മതകീയമായ ആഘോഷങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് കൂടുന്നതും അവരിങ്ങോട്ട് കൂടുന്നതും ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനാണ് യഥാർത്ഥത്തിൽ വഴിവെക്കുക. ഇതുകൊണ്ട് തന്നെ സംസ്കാരങ്ങൾ കൂടിച്ചേർന്ന് ഉലയാതെ കലരാതെ അതത് മതക്കാർ അവരവരുടെ മതത്തിന്റെ സ്വത്വം നിലനിർത്തുകയും അവരുടെ ആചാരങ്ങൾ അവരുടെ ആചാരമെന്ന നിലക്ക് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന രീതിയാണ് ബഹുസമുദായങ്ങൾ നിൽക്കുന്നിടത്ത് കരണീയം. അങ്ങനെ പോയാൽ വലിയൊരു കുഴപ്പവും അലമ്പവും അല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ ജാതിക്ക് അങ്ങനെ വന്നു, ഈ ജാതിക്ക് ഉത്തരേന്ത്യയില് ഇപ്പൊ ഈ അടുത്ത കാലത്ത് പെട്ടെന്നുള്ള വെറുപ്പുണ്ടാക്കുന്ന മഹാകലാപങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ കാരണം ആഘോഷങ്ങളാണ്. ഇത് സംബന്ധിച്ച് നിങ്ങൾ നല്ലോണം ആലോചിച്ച് പഠിച്ചു നോക്കണം. വലിയ എഴുത്തുകാരുടേത് ഈ ആഘോഷങ്ങൾ വലുതായി മതാഘോഷം ഉണ്ടാക്കുകയാണ്. മതാഘോഷം ഉണ്ടാക്കിയിട്ട് മുസ്ലിമീങ്ങൾ അതിന്റെ ഉള്ളിൽ കയറിയങ്ങാണ്ട് കല്ലെറിഞ്ഞു എന്നറിയാം. ഓലെന്നെ കല്ലെറിഞ്ഞിരിക്കാരം, അവരെന്നെ കല്ലെറിഞ്ഞിട്ട് ഈ കല്ലേറ് മുസ്ലിമീങ്ങൾ കൂടിയിട്ട് നടത്തിയതാന്ന് പറഞ്ഞ് തുടക്കമുണ്ടാക്കിയിട്ട് മുസ്ലിംകളെ ഉന്മൂലനം ചെയ്യാനും അവരുടെ കടകൾ എറിയാനും പിടിച്ചു തകർക്കാനും പറ്റുന്ന കാരണങ്ങൾ ഉണ്ടാക്കുന്ന രൂപങ്ങൾ ഉത്സാഹത്തിൽ ഉണ്ടാകുന്നതാണ്. ഇപ്പൊ ഇപ്പോൾ ഈ ഓണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഓണം എന്ന് പറയുന്നത് ഇപ്പൊ എന്താ? ഓണം തിരുവോണം എന്ന് പറഞ്ഞൊരു നക്ഷത്രല്ലേ? ഈ തിരുവോണം എന്ന് പറഞ്ഞ നക്ഷത്രത്തിൽ നിന്നാണല്ലോ ഈ ഓണം എന്ന് പറഞ്ഞ് വരിക. തിരുവോണം എന്ന് പറയുന്ന നക്ഷത്രം, ആ നക്ഷത്രത്തിൽ പിറന്നോലൊക്കെ ഉണ്ട്. തിരുവോണം എന്ന് പറയുന്നത് കലണ്ടർ നോക്കിയാൽ ഇപ്പൊ ഒരാൾ നടന്ന അന്ന് തിരുവോണം. ഈ തിരുവോണം എന്ന് പറഞ്ഞ നക്ഷത്രമാണ് ഓണം. വാസ്തവത്തിൽ ചിങ്ങമാസത്തിൽ തിരുവോണം എന്നറിയുന്ന നക്ഷത്രം എന്നാണോ വരിക അന്നാണ് ഈ ഓണം നടത്തുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ, പ്രത്യേക ഒരു നാൾ അതിന് വേറെ നോക്കാൻ പറ്റില്ല. ചിങ്ങം എന്ന് പറഞ്ഞൊരു മാസമല്ലേ, ചിങ്ങം കന്നി. ആ ചിങ്ങത്തിലെ തിരുവോണ നക്ഷത്രത്തിന്റെ നാള് എന്നാണോ വരുന്നതെങ്കിൽ അന്നാണ് ഇത് നടത്തുന്നത്. വാമനൻ പാതാളത്തിലേക്ക് ആഴ്ത്തിയ മഹാബലി, അയാളായിരുന്നു ഇതൊക്കെ ഭരിച്ചിരുന്നത്, പ്രത്യേകിച്ച് കേരളം. അദ്ദേഹത്തിന്റെ പ്രജകളെ കാണാൻ വേണ്ടി അന്ന് വരും എന്നുള്ള ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസത്തെ വെച്ചുകൊണ്ടാണ് മാവേലി നാടുവാണ് ഈടുങ്കാലം എന്നൊക്കെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുള്ള പാട്ടാണ്. അതുപോലെ പാട്ടാണ്. ഈ ജാതി പാട്ടുകളൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. മഹാബലിയാണ് ഈ മാവേലി എന്നെടുത്ത്. മാവേലി സ്റ്റോർ എന്നൊക്കെ പറയുന്നത് മഹാബലി, അത് മാവേലിയായി മാറുകയാണ്. ഈ മാവേലി തമ്പുരാനെയും രാജാവിനെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ പലതും ചെയ്യുന്നത്. ഈ പൂവുകൾ പ്രത്യേകം അത്തം 10 വരുന്ന ദിവസത്താണല്ലോ അങ്ങനെ ദിവസം വരിക. ആ ദിവസം വരേക്കും 10 ദിവസവും അവർ ഈ പൂവുകൾ വെച്ചുകൊണ്ട് ഇങ്ങനെ ആഘോഷിക്കും. അപ്പൊ ഇതിനൊക്കെ മതപരമായ ചില വിശ്വാസങ്ങളുടെയും മതപരമായ ചില ആചാരങ്ങളുടെയും ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിന്ദു മതക്കാരുടെ നിലപാടിനെയും അടിസ്ഥാനമാക്കിയുള്ള ഒരാഘോഷമാണ്. തീർച്ചയായും ഇതൊരു മതാഘോഷമാണ്.
പക്ഷെ ഈ മതാഘോഷത്തെ കേരളത്തില് ഒരു ദേശീയ ഉത്സവമാണ് കേരളത്തിന്റെ എന്ന നിലക്കുള്ള ഒരു പ്രചാരണം പാഠപുസ്തകങ്ങളിലടക്കം സ്കൂൾ കുട്ടികൾക്കടക്കം പണ്ടേ നൽകി വരാറുണ്ട്. ഏതാണ്ട് അങ്ങനെ കാണാറുണ്ട്. അതൊരു ചെറിയ വിദ്യ. എന്താന്ന് വെച്ചാല് രണ്ടെണ്ണം മാത്രം ദേശീയോത്സവമാണ്. ഒന്ന് ക്രിസ്ത്യാനികള് ക്രിസ്തുമസ്, അതിന് 10 ദിവസം ലീവ്. പിന്നെ ഹിന്ദുക്കൾക്ക് ഓണം, അതിനും 10 ദിവസം ലീവ്. ഈ 10 ദിവസം ക്രിസ്ത്യാനികൾ ഭരിച്ചിരുന്ന കാലത്ത്, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഈ 10 ദിവസം കൊടുക്കും ഓണത്തിന്. അതെന്തിനാ? ക്രിസ്തുമസ് വാസ്തവത്തിൽ യേശു ക്രിസ്തു ജനിച്ച ഒരൊറ്റ ദിവസമേ അവിടെ ഉള്ളൂ, തിരുപ്പിറവി ദിനം. തിരുപ്പിറവി അതിന് കൃത്യതയില്ല, ഇരിക്കട്ടെ, ഏതായാലും അവരവരുടെ വിശ്വാസമല്ലേ. യേശു ക്രിസ്തു ജനിച്ച ആ തിരുപ്പിറവി ദിനം എന്ന ഒരു ദിനത്തിന് നബിദിനം പോലെ ഒരു ദിനത്തിന്റെ പ്രാധാന്യല്ലേ മതകീയമായി ഓരോരുത്തരുണ്ടാകാവൂ. പക്ഷെ ആ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി അതിന്റെ മുൻപും പിൻപും എല്ലാം കൂടിയിട്ടുള്ള ദിവസങ്ങൾക്ക് 10 ദിവസം വിദ്യാലയങ്ങൾക്കും മൊത്തമായി ഒഴിവ്. ഇത് ബ്രിട്ടീഷുകാരന്റെ ഇന്ത്യയിലെ ആചാരമാണ്. അപ്പൊ മറ്റേ സമുദായക്കാരെ ഇളകാതിരിക്കാൻ, ഓരെ സമുദായിപ്പിക്കാൻ ഭൂരിപക്ഷ സമുദായത്തിന് പകരം ഒരു 10 ദിവസം ലീവ് പോൽക്കും കേരളത്തിൽ. അങ്ങനെ 10 ദിവസം ക്രിസ്തുമസിന് 10 ദിവസം. ഞമ്മക്ക് പെരുന്നാക്കോ നബിദിനത്തിന്റെ ഇവന്റെ VP സിംഗ് വന്ന് പ്രഖ്യാപിച്ചിട്ടാ നബിദിനത്തിന്റെ അന്ന് കിട്ടിയത് ഇന്ത്യ രാജ്യത്തൊട്ടാകെ. അതിന്റെ മുമ്പ് നബിദിനല്ല. നമുക്ക് പെരുന്നാക്ക് ഒരു ദിവസം, ചെറിയനാക്ക് ഒരു ദിവസം, വലിയനാക്ക് ഒരു ദിവസം കഴിഞ്ഞു നമ്മൾ ഒഴിവ്. പിന്നീടുള്ള സർക്കാരുകളുടെ മാറ്റങ്ങളിൽ ഒരു മുഹറം 10 ഉണ്ട്, ഇപ്പൊ നബിദിനുണ്ട്, ഇപ്പൊ നമ്മളത് കഴിഞ്ഞു. അപ്പൊ ഈ 10 ദിവസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതൊരു ദേശീയോത്സവമാണ് എന്നുള്ള രീതിയിൽ സമർപ്പിക്കൊണ്ട് പോകുന്ന ആ ദേശീയോത്സവം ഒരു ദേശീയമായ നിലയിൽ തന്നെ ആക്കാൻ വേണ്ടിയുള്ള ഒരു പുറപ്പാട് മതേതര രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ അടുത്ത് വ്യാപകമായിട്ടുണ്ട്. ആ ഒരു നിലയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചാല് നമ്മളെ കുട്ടികളെ കൊണ്ടൊക്കെ ഓണത്തിന്റെ പേരിലുള്ള വേഷങ്ങള്, ഓണത്തിന്റെ പേരിലുള്ള കളികള്, ഓണത്തിന്റെ പേരിലുള്ള കലകള്, ഇതൊക്കെ മുറതെറ്റാതെ നടത്തിച്ചു പോരുന്ന ഒരു രീതിയിലേക്ക് കാര്യം എത്തുന്നുണ്ടോ എന്ന് സംശയിക്കണം. സാരി മാറ്റുക, വെളുത്തത് മാറ്റുക, എന്റെ കുടിയിൽ ഓണ കുട്ടികളൊക്കെ സ്കൂളിൽ ചെയ്യണല്ലോ. സ്കൂളിൽ അങ്ങനെ പറഞ്ഞാല് ആരാത്? സർക്കാർ ഉത്തരവൊന്നുമല്ല. സർക്കാരിന്റെ ഉത്തരവോ പിന്തുണവോ അതിനുണ്ടോ എന്ന് നമുക്കിട്ട് അറിയില്ല. പക്ഷെ PTA കൊണ്ടാണ് പറയിച്ചാണ്. PTA എന്ന് പറഞ്ഞാൽ ആരാ? PTA എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളൊന്നായിട്ട് പോകും. ഉമ്മമാര് ഈ കുട്ടികളുടെ ആണുങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ സാരഥ്യത്തിലൊക്കെ, എങ്കിലും അധികം ഇതിന് പോകാൻ PTA ഒന്നിന് പെണ്ണുങ്ങളെ ഓലെ കൂട്ടിയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു രീതിയിലേക്ക്, തക്കിടിയിലേക്ക് കാര്യങ്ങൾ മാറ്റി വിഷയങ്ങള് മതപരമായ ആഘോഷങ്ങളെ മതരഹിതമാക്കുകയോ മതേതരമാക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി രാഷ്ട്രീയക്കാര് സൃഷ്ടിക്കുന്നതാണോ എന്ന് പേടിക്കണം. അതനുസരിച്ചുകൊണ്ട് തന്നെ അതത് മതക്കാർ അവരവരുടെ ആഘോഷങ്ങളെ പ്രത്യേകം തിരിച്ചറിയുകയും ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ആഘോഷം, നമ്മളെ സംസ്കാരം വെച്ചുകൊണ്ട് നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതനുസരിച്ച് വേണം ഈ കാര്യത്തെ നമ്മൾ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. മതപരമായ ഒരു നില പറയുകയാണെങ്കിൽ, മതപരമായ ഇതിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാല്, ഏത് മതക്കാരാണെങ്കിലും, ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ഹിന്ദുക്കളോ, ഇവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള വിവേചനമോ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയെന്നുള്ളതിന്റെ ഒന്നും ഇസ്ലാമിനില്ല. ഇസ്ലാമിന് ഇസ്ലാം, പിന്നെ ഇസ്ലാം അല്ലാത്ത മതങ്ങൾ, ഇങ്ങനെ 2 കാഴ്ചപ്പാടേ ഉള്ളൂ. ഇസ്ലാം അള്ളാഹുവിന്റെ ദീൻ, ഇസ്ലാം അല്ലാത്ത മതങ്ങൾ അതത് മതക്കാരായിട്ട് ഉണ്ടായതോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് വികൃതമായി വന്നതോ ആണെന്നാണ് നമ്മുടെ നിലപാട്. ഈ നിലപാട് പ്രകാരം നമ്മൾ നമ്മുടെ ആഘോഷങ്ങളെ അതതിന്റെ പവിത്രതയോടുകൂടെ ബഹുമാനത്തോടുകൂടെ നടത്തേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തെക്ബീർ ചൊല്ലി നിസ്കരിച്ച്, അതാണ് നമ്മളെ ആഘോഷം, പ്രധാന ആഘോഷം. പിന്നെ ചോറും പലഹാരമൊക്കെ ഉണ്ടാക്കുന്നതും മറ്റുമൊക്കെ അല്ലേ, ഇതാണ് നമ്മുടെ ആഘോഷം. ചെയ്യാം, എന്നിട്ട് ഓരോട് സദൃശമാകാം. ഈ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വിധം അവരോട് യോജിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞതാണ് മതപരമായി നിഷിദ്ധം എന്ന് പറയുന്നത്. ഇത് നമ്മൾ തന്നെ ആലോചിച്ചറിയാലോ. അവരുടെ മതപരമായ ഒരു ആഘോഷം നടത്തുമ്പോൾ അതുപോലെ നമ്മളും ചെയ്ത് അതോടൊപ്പം ചെയ്യാം. ഓല് പൂവിട്ടാ നമ്മളും പൂവിടുക, ഓല ഓണത്തപ്പനെ വെച്ചാൽ അത് ചെയ്യാം, ഓല് മഹാബലിയെ പ്രതിഷ്ഠിച്ചാൽ പ്രതിഷ്ഠിക്കുക, ഓല ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചാൽ അതിൻ്റെ ഒപ്പം ചെയ്യുക. അതുപോലൊക്കെ നമ്മളും ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അവരോട് സദൃശമാകല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാകുന്നു, ഹറാമാകുന്നു, നിഷിദ്ധമാകുന്നു എന്നാണ് മതപരമായ അതിന്റെ വിധി. അതേസമയം
അങ്ങനെ ഉദ്ദേശമില്ലാതെ, അവരോട് സദൃശമാകുന്ന ഉദ്ദേശമില്ലാതെ, ഒട്ടും അവരോട് സദൃശമാകുക എന്നുള്ളതേ ഉദ്ദേശമില്ല. അവര് ചോറ് വെച്ചപ്പോ ആ ചോറൊന്ന് വേവിച്ചു, അല്ലെങ്കിൽ ഓള് വിളിച്ചപ്പോ ഒന്ന് പോയി. ഈ രീതിയിലുള്ള ചില സഹകരണങ്ങൾ പറ്റാവുന്ന മേഖലയിൽ മാത്രം ചെയ്യുന്ന ഒരു സ്ഥിതിയുള്ളൂങ്കിൽ ഫലാശയാലേ, അവിടെ തഅ്സീർ ചെയ്യേണ്ട കാര്യവുമില്ല, അവിടെ നിഷിദ്ധതയുടെ കാര്യവുമില്ല എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവர்கள் തന്റെ ഫത്താവൽ കുബറയിൽ പ്രത്യേകം പറഞ്ഞ സുദീർഘമായ ഫത്വയിൽ വായിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരോട് സദൃശമാകുന്ന വിധത്തിൽ അവർ ചെയ്യും പോലെ തന്നെ ചെയ്യുക എന്നുള്ള നിലക്ക് നമ്മളും ആണാഘോഷം നടത്തൽ അത് നിഷിദ്ധമാകുന്നു മതപരമായി. കാരണം ഒരു വിഭാഗത്തിന്റെ മത ആഘോഷമാണല്ലോ, അതിനെ ഇഷ്ടപ്പെട്ട് അതിനോട് നമ്മൾ സദൃശമാകുക എന്ന് പറഞ്ഞാൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഇതര മതക്കാരോട് ഒരുത്തർ സദൃശമായി അവരുടെ വേഷം ധരിക്കുക, അവരെ പോലെ ചെയ്യുക, അവരെ പോലെ ആചരിക്കുക എന്നുള്ള മതാചരണം നടത്തിയാൽ അവൻ അവരിൽപ്പെട്ടവരാകുന്നു എന്ന് മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ തശബ്ബുഹ് നിഷിദ്ധമാകുന്നു എന്ന് നമ്മുടെ ഇമാമിയങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇത് സംബന്ധിച്ച് പറയേണ്ട സത്യം. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കിയാൽ കാര്യങ്ങളൊക്കെ ഏകം എളുപ്പമാകും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലരും പല രീതിയിൽ പറയാം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അത് ഈ കാലത്ത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയണം. ഈ കാലത്തും ആ കാലത്തായാലും ഏറ്റവും വളരെ ചിന്താപരമായി അതിന്റെ എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നല്ല ഒരു ശാസ്ത്രമാണ്, വിശാലമായ ശാസ്ത്രമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം. ആ കർമ്മശാസ്ത്രത്തിൽ 4 മദ്ഹബുകളുണ്ട്, 4 കൈവഴികൾ. ഈ 4 കൈവഴികളെയും ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാനും സ്വീകരിക്കാനും വിഷയങ്ങളിൽ പറ്റും. തമ്മിൽ കൂട്ടിക്കലശരുതെന്നേ ഉള്ളൂ. കൂട്ടിക്കുഴക്കുന്ന സംഭവമില്ലാതെ ഓരോ മദ്ഹബ് അനുസരിച്ചെടുക്കാനും പറ്റും. നമ്മുടെ മദ്ഹബിൽ ഇല്ലാത്ത ഇളവുകൾ മറ്റു മദ്ഹബുകൾ കിട്ടും. ആ മദ്ഹബിൽ ഇല്ലാത്ത ചില ഇളവുകൾ നമ്മുടെ മദ്ഹബിലുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇളവുകൾ എടുത്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അപകടാവസ്ഥയിൽ വരുമ്പോൾ എല്ലാവർക്കും പറ്റും. ചില കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ചില നിഷിദ്ധങ്ങൾ, അതിനേക്കാൾ വലിയൊരു നിഷിദ്ധത്തെ നമ്മൾ ഭയപ്പെടുമ്പോ ചെറിയ നിഷിദ്ധം തിരഞ്ഞെടുക്കേണ്ടി വരും. 2 നിഷിദ്ധങ്ങൾ വരുമ്പോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഉദാഹരണം പറയാ, നമ്മളെ വീടിന്റെ അകത്ത്, നമ്മളെ സംസ്കാരത്തില് നമ്മൾ കൃത്യമായി ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ നോക്കുന്നതും കാണുന്നതൊക്കെ ചിന്തിച്ചാല് നമ്മളെ കുടുംബത്തിന് വലിയ തെറ്റുണ്ടാവും, വമ്പിച്ച തെറ്റുണ്ടാവും. കുടുംബ ബന്ധം മുറുക്കേണ്ടി വരും. നമ്മളെ ഏട്ടം കെട്ടി കൊടുന്ന പെണ്ണിനെ കണ്ടുകൂടാ, ഈ രീതിയിൽ പോയി എളാപ്പാരെ, എളാന്മാരെ, അമ്മമാരെ, അമ്മായിമാരെ ഇവരൊന്നും നമ്മൾ കാണാൻ പാടില്ലല്ലോ ശരിക്ക്. പക്ഷെ അത് കാണാതെ നമ്മൾ നിന്നാല് പിന്നെ എന്തേക്കാരം പറയാ, ഓപ്പൺ വലുതായി. അമ്മായി എന്താ പറയാ, അമ്മോന്റെ വീടുകൾ ഓപ്പൺ വലുതായി മൂലേരെ നോക്കുമ്പോ എന്നെയും കാണണ്ട, എന്നെ കാണാനും പാടുള്ളവരോ എന്നാ കയ്യൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നവരൊക്കെ അറിയത്. അങ്ങനത്തെ ഒരു കുടുംബബന്ധം മുറിക്കുക എന്ന ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയ ചെറിയൊരു ഹറാമ് ഓലോടൊന്ന് നോക്കി ചിരിച്ചു വർത്താനം പറയലൊക്കെ വേണ്ടി വരും. സംഗതി ഹറാമനല്ലേ? അപ്പൊ ഈ രീതിയിലുള്ള പല അപകടകരമായ സംഭവങ്ങൾ വന്നാൽ ആ അപകടത്തെ തടുക്കാൻ വലിയ അപകടത്തിൽ നിന്ന് ചെറിയതെടുക്കുക, 2 നിഷിദ്ധങ്ങളിൽ നിന്ന് കടുത്ത നിഷിദ്ധത്തെ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ നിഷിദ്ധം എടുക്കുക എന്ന രീതിയിലുള്ള മാർഗങ്ങളൊക്കെ ഫിഖ്ഹിയായി ഇസ്ലാമികമായി മാനമുള്ളതാണ്, അടിസ്ഥാനമുള്ളതാണ്. ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചാൽ തന്നെ നമുക്ക് ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ചിലരങ്ങനെയൊന്നും അല്ല, കുറച്ച് അതിരി കടന്ന് അങ്ങോട്ട് എത്തണം, സങ്കരമായൊരു സംഗതി വരണം എന്ന് കരുതിയിട്ട് ഇടപെടുകയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മതേതരന്മാരായ രാഷ്ട്രീയക്കാർ, മതബോധമില്ലാത്ത രാഷ്ട്രീയക്കാർ, മതപ്രതിബദ്ധതയില്ലാത്ത രാഷ്ട്രീയക്കാർ എല്ലാം ഒരുപോലാക്കാൻ വേണ്ടി പണിപ്പെടുകയും എല്ലാം ദേശീയമാക്കാൻ വേണ്ടി പരിപ്പെടുകയും ചെയ്യുന്നതിന്റെ കുരുക്കുകളിൽ അകപ്പെട്ട് അവരുടെ ഗൂഢതന്ത്രങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ചതിപ്പെട്ടുകൊണ്ട് മതക്കാർ അപകടത്തിൽപ്പെട്ടതാവണം ഇത്. എന്നല്ലാതെ ഓരോരുത്തരും ഇതിൽ കുറ്റം പറഞ്ഞിട്ട് പറയല്ല. സമൂഹത്തിൽ മൊത്തമായിട്ട് ഓരോരുത്തരും തിന്മകൾ വരികയാണ്. യുക്തിവാദങ്ങൾ പ്രചരിക്കുന്നു, മതവിരോധങ്ങൾ പ്രചരിക്കുന്നു, മതത്തിന്റെ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും അപഹസിക്കപ്പെടുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. പെണ്ണുങ്ങൾക്ക് എവിടെയും എന്തുമാകാം, ആണും പെണ്ണും തമ്മിലുള്ള നിഷിദ്ധങ്ങളൊന്നും നോക്കേണ്ടതില്ല എന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ട് ആരെങ്കിലും വയലുതരാനും കൂടി പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോ. നമ്മളിപ്പോ പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല എന്ന് വയലുതറിഞ്ഞാൽ ഈ ക്ലിപ്പ് എടുത്തിട്ട് നമ്മളെ പിടിച്ചോണ്ടോ സ്ത്രീകളെ പിന്തിരിപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട്
അപ്പൊ അത്തരം അപകടങ്ങളിലേക്ക് കാര്യം എത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും ചുമതലയാണ്. ഇതിൽ മതപരമായിട്ട് വലിയൊരു സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞ് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ഒന്നും പറയേണ്ടതില്ല. ഇത് വളരെ സുതാര്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കും.